ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിലെ പ്രീ ക്വാർട്ടർ സ്റ്റേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇവിടുത്തെ മത്സരങ്ങൾ ഇങ്ങനെ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നൊരു പാട്ട് പെർഫോം ചെയ്യുന്നത്. അങ്ങനത്തെ ഒത്തിരി നല്ല നല്ല പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നും ടോപ്പ് സിംഗറിന്റെ വേദിയിൽ കാണാൻ പോകുന്നത്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. മീനുകുട്ടി, എന്തോ ഒരു ക്ലൂ അവർക്ക് കൊടുക്കട്ടെ. എന്തിന്റെ? ആര്യക്കുട്ടി, ഒരാളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു പേരാ. എന്താ വെച്ചാ ദ മെർമെയ്ഡ്, മത്സ്യകന്യക. അതാരാണെന്ന് പറയണം. രണ്ടാമത് കുറച്ചും കൂടെ ക്ലൂ തരാം, ഈസി ആയിരിക്കും. സ്വയം മീനിന്റെ കണ്ണുള്ളവൾ എന്ന് സ്വയം വിശ്വസിക്കുന്നവൾ. ഇതിന്റെ ഉത്തരം എനിക്ക് അറിയേയില്ല. എസ്പെഷ്യലി രണ്ടാമത്തെ ക്ലൂ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മീനിന്റെ കണ്ണാന്നല്ല, മീനിന്റെ ഷേപ്പുള്ള കണ്ണ്. അല്ലാണ്ട് എനിക്ക് മീനിന്റെ കണ്ണൊന്നും വേണ്ട. മറിമാൻ കണ്ണിയല്ല, മറിമീൻ കണ്ണി എന്ന് പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മീനൂട്ടിനെ പറ്റി മാത്രമാണ്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് ഞാൻ ഈ ഒടുപ്പിട്ട് വന്നപ്പോ ഉണ്ണിയങ്കൾ പറഞ്ഞതാണ്. എന്ത് മത്സ്യകന്യകേനെ പോലെ ഉണ്ട്, കുറച്ച് മിനുക്കം കൂടി പോയോന്നൊരു സംശയമുണ്ട്. പക്ഷെ നമ്മുടെ പ്രീ ക്വാർട്ടർ ഒക്കെ അല്ലേ, അപ്പൊ കുറച്ച് കൂടുതൽ തിളങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഏത് രീതിയിലുള്ള കണ്ണാണ്? ചാളയുടെ കണ്ണാണോ അതോ നെത്തോലിയുടെ കണ്ണാണോ? അയ്യേ അതല്ല കരിമീൻ കണ്ണി, മീനിന്റെ ഷേപ്പുള്ള കണ്ണ, മീനിന്റെ കണ്ണല്ല. അല്ലല്ല, പക്ഷെ അതുപോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒന്നും ഇരിക്കുന്നില്ല, എഴുതി വെച്ചത് കണ്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. അതെ, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഉണ്ണിച്ചേട്ടൻ എന്താ ഒന്നും പറയാത്ത? എന്തായാലും ഗംഭീരായിട്ടുണ്ട്. ഉണ്ണിക്കളാ ഓഫ് ടേക്കില് പറഞ്ഞതൊക്കെ പറ, ഞാൻ അതിനല്ലേ വെയിറ്റ് ചെയ്യുന്നേ. സംഭവം ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളൊരു സർപ്രൈസ് കാണിക്കട്ടെ. എനിക്കിത് ആരെയും കാണിക്കണേന്നു. ഇത് കണ്ടോ, ഈ ചെരുപ്പും ഇത് കണ്ടോ, സെയിം സെയിം. അല്ല, അത് കാണണമെങ്കിൽ കയ്യിൽ ഇട്ടാൽ മതി. ഞാനൊന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഇത്ര മാച്ച് വന്നപ്പോ ഓ വേണ്ട കേട്ടോ, ഇത്ര മാച്ച് ആയിട്ട് ഒരു ഡ്രസ് വരുമെന്ന് വിചാരിച്ചിട്ട് ഇതിനു വേണ്ടി പണി കഴിപ്പിച്ച ഒരു ഡ്രസ് പോലെ. വേറെ കാര്യമുണ്ട്. എന്റെ മോനെ പറഞ്ഞോ, ഈ കുട്ടി എന്നെ മുതുക്കെന്ന് വിളിച്ചു. ഞാൻ കൊള്ളും കേട്ടോ. ടീച്ചർ ഞാൻ മിടുക്കൻ എന്നാണ് പറഞ്ഞത്. മിടുക്കന, പക്ഷെ ആ കുട്ടി മുതുക്കന്നാണല്ലോ കേട്ടത്. ഇപ്പൊ എപ്പോഴും തെറ്റി കേൾക്കുന്നു. ഇപ്പൊ ആണോ? അതെന്താ, പ്രായത്തിന്റെ അസ്കിത മൂലമാണോ അത്? പക്ഷെ കുഴപ്പമില്ല, മുടുക്കൻ എന്നായിരിക്കും പറഞ്ഞത് അല്ലേ? നല്ല മുടുക്കനായിട്ടുണ്ട്. അല്ലല്ല, മുടുക്കൻ, ഗുഡ് ബോയ് എന്നതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ. അപ്പൊ മുടുക്കനും മുടുക്കിയും ഒക്കെ ആയിട്ടിരിക്കുക. നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് വരാൻ പോകുന്നത് ഏതാന്നറിയാം, അതറിഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷാവും. നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആരെയും വിളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശിവകാമി കുട്ടിയാണ് ജഡ്ജസ് ചോയ്സിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ജഡ്ജസ് ചോയ്സ് ആണ് ഇന്ന്. ഏത് പാട്ടാ കിട്ടുക വല്ല ഗസ്സും ഉണ്ടോ? ഇല്ല, ഏത് റൗണ്ടാന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ ഏത് വന്നാലും നമ്മൾ പാടും. ഏത് പാടണമെന്ന് ആഗ്രഹം അങ്ങനെയൊന്നുമില്ല, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. റെഡിയാണ് അല്ലേ? എല്ലാം റെഡിയാണ് പാടാൻ വേണ്ടി ശിവകാമി കുട്ടി. അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസ് ചോയ്സ് ആ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉണ്ണി അങ്കിളിനെ വിളിക്കാം. നമുക്ക് പ്രോഗ്രസ് കാർഡൊക്കെ കാണണ്ടേ? ഓക്കെ. ശിവകാമി കുട്ടിക്ക് അറിയോ എത്ര പാട്ട് പാടി, എത്ര 100 കിട്ടി? അതൊക്കെ എണ്ണീട്ടില്ല. ആദ്യത്തെ ആളാണ് കേട്ടോ എണ്ണാതെ വരുന്ന ആദ്യത്തെ ആളാ. ശരിയാ, കറക്റ്റ്. ശിവകാമി കുട്ടി, അഭിനന്ദനങ്ങൾ. തകർക്കണ്ടായിരുന്നു 100. ആദ്യം നമുക്ക് പ്രോഗ്രസ് കാർഡ് കാണാം. ഓക്കെ. അയ്യോ, 12 സെഞ്ചുറി ഉള്ളൂന്നോ? ചെറുത്. ആകെ ടോട്ടൽ പാടിയിരിക്കുന്നത് 35 പാട്ടാണ്. അതില് ഇത് 36ാമത്തെ പാട്ടാ ഇപ്പൊ പാടാൻ പോകുന്നത്. അതില് 12 പ്രാവശ്യം 100 കിട്ടി. അതായത് 3 പാട്ട് പാടിക്കഴിഞ്ഞാൽ ഏകദേശം 100. അതുപോലെ 2 സ്റ്റാർ 1 പ്രാവശ്യം, 5 സ്റ്റാർ 3 പ്രാവശ്യം. മിടുക്കി. അടിപൊളി. ഓക്കെ, നമുക്ക് ജഡ്ജസ് ചോയ്സിൽ പോവാം. ഈ 4 പേരെ മനസ്സിലായില്ലേ? ആര്യ ചേച്ചി. എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്തേ? പാവമാണ്, ഒരു പാവമാണ് ആര്യ ചേച്ചി. ഡിസ്പ്ലേ ഇങ്ങനെ വരുമ്പോഴേ ആദ്യം നമ്മൾ നോക്കുക ആര്യനെയാണ്.
അത് ശരി, അതാ കണ്ണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശരിയാ, കണ്ടു മിനുടെ വലുതായതുകൊണ്ട്. പാവാണെന്ന് പറഞ്ഞില്ലേ, ആ. ഒരു വലിയ തെറ്റിദ്ധാരണയല്ലേ? അതെ അത് കുറച്ച് ദിവസം മിണ്ടി കഴിഞ്ഞാൽ നമുക്കത് മാറും. പക്ഷെ മീനുട്ടാ. പാവം അതിനോടത് പറയണ്ട. മാറിക്കോളും. അവള് ആദ്യമായിട്ട് വിഷമിക്കും. ഒരാള് ഞാൻ പാവാണെന്ന് പറയുന്നത് അതിന്റെ സന്തോഷം മനസ്സിലാക്കുന്നടാ. ചക്കര ഉമ്മ. നമുക്ക് കാണാം ആര്യ ചേച്ചി എന്തേത് റൗണ്ടാ തരുന്നതെന്ന് നോക്കാവേ. ഓക്കെ, ആര്യ ചേച്ചി ഡാൻസ്. എന്തൊക്കെ പറയുക. Magical melodies. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോന്നേ? പാൽനുരയായി പരിഭവമായി. ഓക്കെ, അപ്പൊ നമ്മുടെ ശിവകാമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ നമ്മളൊക്കെ റെഡിയാണ്. പ്രേക്ഷകരെല്ലാവരും പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ താഴെ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. ശിവകാമിക്കുട്ടി നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് മോള്. എനിക്ക് തോന്നിയത് കുറച്ച് ബേസ് ആയി പോയി മോൾക്ക് പാട്ട് അല്ലേ? രാധ എന്നൊക്കെ പറയുമ്പോ
നമുക്ക് തോന്നി. കുറച്ച് കൂട്ടി നോക്കിയാലോ? ഒരു സെമിറ്റോൺ ഒരു half. കേറ്റിട്ടൊന്ന് പാടി വെക്കോ മോള്? പാൽനുരയായി നറുപരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. ആ തീരത്താരാരോ ഓടക്കുഴലൂതുമ്പോൾ ഗീതാഗോവിന്ദത്തിൻ പൂമ്പല്ലവി പാടുമ്പോൾ ഉള്ളിൽ കാൽത്തള കൈവള ഇളകിയതെന്തിനുരാതേ. സൗണ്ട്സ് ബെറ്റർ. മച്ച് ബെറ്റർ. യെസ്. ഏറ്റവും ഹയസ്റ്റ് നോട്ട് പാടാമോ? അത് എവിടെ വരെ എത്തുന്നു? രാവേറെ ചെല്ലും നേരം കാളിന്തി തീരത്തെത്തി നിന്നെ പുൽകും കാർവർണ്ണൻ. തേനൂറും ചെല്ലച്ചുണ്ടിൽ പൂമോടി ചുംബിക്കുമ്പോൾ എന്തേ ചൊല്ലും നിൻ മൗനം. നീയാ കൈനകലാളനെ ഏറ്റുമുറിഞ്ഞൊരു ചിന്താമരയാകും. നീയാ മാറിലമർന്നു മയങ്ങിയുണർന്നൊരു പീലിക്കതിരാകും. നിന്റെ നിറഞ്ഞു തുളുമ്പിയ നെഞ്ചു തുടിച്ചൊരു പൊൻതുടിയായി ദ്രുത താള വിളംബിതമാ. പുഷ്പം എന്ത് രസായി. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാ അയ്യോ, ഇത് അടുത്ത് നിന്ന് കേൾക്കുമ്പോയില്ലേ നമ്മളെന്തോ ഇങ്ങനെ സ്വിച്ചൊക്കെ ഇടുമ്പോൾ ചിലത് വരുമല്ലോ, ഒരു നമുക്കൊന്നും ഫീൽ ചെയ്യൂല ഇത് ശരിക്കും പാടുന്നതാണ്. മനസ്സിലാവേയില്ല അല്ലേ? മീനുകൂടാ, ഓരോ നോട്ടിനും ഒരു അഡ്രസ് ഉണ്ട്. അതെ. ആ അഡ്രസ് കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യും. ആര്? ശിവകാമി കുഞ്ഞ്. നമ്മ ശിവകാമി. അമ്മ. കണ്ടോ ആ പിച്ച് മാറ്റിയപ്പോ വ്യത്യാസം മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കണം മോളെ കേട്ടോ. ഹൈ നോട്ട്സ് ഒക്കെ ക്ലീൻ ആയി പാടിയല്ലോ. അപ്പോ Thank you. മറ്റേ ശ്രുതിയിൽ വരുമ്പോ എന്താ അറിയോ, ആ ബേസ് രജിസ്റ്റർ ശരിക്കും ആവുന്നില്ല. 1-2 സ്ഥലത്ത് നല്ല ഫ്ലാറ്റായി മോള് പാടുമ്പോ. അത് ആ കംഫർട്ടബിൾ പിച്ച് അല്ലാത്തോണ്ടാ. ഇതിൽ പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. Thank you. അത് ശ്രദ്ധിക്കണം മോളെ, ഇനി അത് കെയർലെസ് ആവരുത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. മീനുകൂടാ, എന്തോ നമ്മുടെ ശിവകാംസ് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പാപം ഒരു കുട്ടിയായിട്ട് ഇവിടെ വരും. പാട്ട് കഴിഞ്ഞിട്ട് ഒരു പാപം കുട്ടിയായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇതിന്റെ ഇടയില് വേറൊരു സംഭവമാണ് കേട്ടോ. ഒരു സ്റ്റുഡന്റ് ഓഫ് മ്യൂസിക് ആയിട്ട് വരുന്നു, സ്റ്റുഡന്റ് ഓഫ് മ്യൂസിക് ആയിട്ട് പോകുന്നു. പാവം മാത്രമല്ല, ഒരു പാവക്കുട്ടിയായിട്ടും പോവാണ്. പക്ഷെ പാടി തുടങ്ങി കഴിഞ്ഞാൽ സീന് മാറും. പിന്നെ ഒരു രക്ഷയില്ലടാ. Thank you. മാത്രല്ല എന്ത് എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത്. ഒരു എഫേർട്ടും ഇല്ല. ഇപ്പൊ കാറ്റല എന്ന് പാടുന്നില്ലേ, അവിടെ ഫോഴ്സ്ഫുൾ ആയിട്ട് പാടണം എന്നറിയാം കേട്ടോ. അവിടെ മാത്രം ഫോഴ്സ്ഫുൾ ആവും. എപ്പോഴെങ്കിലും ശിവകാമി കുഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് സംസാരിച്ച് കേട്ടിട്ടില്ല. ഇല്ല. ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ലെവലില്. അതാണ് പാട്ടിൽ വരുമ്പോ ആ ലെവല് മാറും. ആള് വേറെ ലെവൽ, റേഞ്ച് ഒക്കെ മാറും. ഇതിനാണ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറയേണ്ടത്. Thank you. ആ രീതിയിൽ പാടുന്നുണ്ട് Thank കേട്ടോ. you. മിടിക്കായിട്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. Thank you. ഇന്നത്തെ പ്രശ്നം ഓഫ് കോഴ്സ് ആ ശ്രുതിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, രാധ പിണങ്ങിപ്പോയി. രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. രാധയെന്ന് വിളിച്ചത് ഒത്തിരി സ്നേഹത്തോടെ അത് കേൾപ്പിച്ച് വിളിക്കായിരുന്നില്ലേ. രാധയ്ക്ക് കണ്ണനോടും പരിഭവമുണ്ട്, അതുപോലെ ശിവകാമിയോടും പരിഭവമുണ്ട്. അപ്പൊ രാധ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ശിവകാമി അടുത്ത് റിക്വസ്റ്റ് ചെയ്യാമോ, ഒന്ന് എന്നെ ഒന്ന് നന്നായിട്ട് കേൾപ്പിച്ചു തരാമെന്ന്. ഒന്ന് കേൾപ്പിക്കോ? ഉള്ളിൽ കാൽത്തള കൈവള ഇളകിയതെന്തിനുരാതേ. ആ ഗരി ഗരി സനി പദസ, അതല്ലേ, അത് കുറച്ചും കൂടെ കറക്റ്റ് ആവണം, അപ്പോഴേ രാധയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. ആ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ പട്ടാടത്തുമ്പും കെട്ടി കണ്ണാരം പൊത്തി പൊത്തി, നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. അമ്പാടി പയ്യും മേച്ചിട്ടമ്പോടി മായക്കണ്ണൻ നിന്നെ തേടും ഈ രാവിൽ. പട്ടാടത്തുമ്പും കെട്ടി കണ്ണാരം പൊത്തി പൊത്തി കണ്ണാൻ കൂടെ നീ പോരൂ. അതുപോലെ തേനൂറും ചെല്ലച്ചുണ്ടിൽ വന്നില്ലേ, അവിടെയും ശിവകാമി കുട്ടിയെ കാണാൻ പറ്റി കേട്ടോ. രാവേറെ ചെല്ലും നേരം കാളിന്തി തീരത്തെത്തി നിന്നെ പുൽകും കാർവർണ്ണൻ. തേനൂറും ചെല്ലച്ചുണ്ടിൽ പൂമോടി ചുംബിക്കുമ്പോൾ എന്തേ ചൊല്ലും നിൻ മൗനം. നീയാ കൈനകളാലനെ നിന്റെ നിറഞ്ഞു തുളുമ്പിയ നെഞ്ചു തുടിച്ചൊരു പൊൻതുടിയായി. അതും നന്നായി കേട്ടോ, അവിടെയൊക്കെ നന്നായി. Thank ആ you.
ഒരുപാട് ആ അവയർനെസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ശിവകാമി കുഞ്ഞ് എങ്ങനെ പാടണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് രീതിയിൽ കൺസീവ് ചെയ്യണം, ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് രീതിയിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണം. കള്ളക്കുട്ടിയാണ് കേട്ടോ, എല്ലാം അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കും. നീ മനസ്സിലായി കേട്ടാ, അങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. മിടിക്കാണ്. നല്ല സെലക്ഷൻ ഓഫ് സോങ് ആണ്. ആ ശ്രുതി കറക്റ്റ് ആക്കിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ തിരിച്ചു പോയി ശ്രുതി കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അടുത്ത പാട്ടിൽ ശ്രുതിയെ കറക്റ്റ് ആക്കി ഏതാണ് റേഞ്ച് നല്ലതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പ്രീ ക്വാർട്ടറിലാണേ, അടുത്ത ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഫ്ലൈറ്റ് പിടിച്ചു പോകണം അല്ലേ? ഓക്കെ, യെസ്. പ്രീ ക്വാർട്ടേഴ്സിൽ എത്തിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു മിസ്റ്റേക്സ് കൊണ്ട് നമുക്ക് മാർക്ക് ഒരിക്കലും കുറയാൻ പാടില്ലല്ലോ ശിവകാമി കുട്ടി. അപ്പൊ നമ്മള് ശ്രുതി സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാടി നോക്കിയിട്ട് അറിയാൻ പറ്റണം ഹൈ പോകുന്നുണ്ടോ ബേസ് പോകുന്നുണ്ടോ എല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ ഇന്ന് ശിവകാമി കുട്ടിക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ശ്രുതിയുടെ പ്രശ്നങ്ങളും പിന്നെ ചെറിയ ക്ലാരിറ്റി ഇഷ്യൂസും, എസ്പെഷ്യലി ബേസിൽ പാടുമ്പോൾ ഉള്ള ക്ലാരിറ്റി ഇഷ്യൂസും ആണ് വന്നിട്ടുള്ളത്. അതിന്റെ റീസൺ ഈ ശ്രുതി മാറ്റാത്തത് തന്നെയാണ് കേട്ടോ. ഒറിജിനൽ തന്നെ പാടണം നിർബന്ധേ ഇല്ല, ഒരു നിർബന്ധമില്ല. ശിവകാമി കുട്ടിക്ക് ബേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് നോട്ട് കയറ്റിയിട്ട് പാടിക്കഴിഞ്ഞാൽ അത് നീറ്റ് ആയിരിക്കും. നേരത്തെ നല്ല സൂപ്പറായി പാടിയല്ലോ, മിടുക്കിയായിട്ട് പാടി നേരത്തെ. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് കാണാനും ഭയങ്കര രസമുണ്ടായിരുന്നു, ചിരിച്ചോണ്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ എറേഴ്സ് ആണ് നോക്കുകയാണെങ്കിൽ. പിന്നെ ക്ലാരിറ്റി ഇഷ്യൂസും ആണ് ഇന്ന് ശിവകാമി കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് വരും. അപ്പൊ എന്തായാലും ഓവറോൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് പാടി, ഏത് പാട്ട് കൊടുത്താലും ശിവകാമി കുട്ടിക്ക് നല്ല സൂപ്പറായി പാടാൻ പറ്റുന്ന എപ്പോഴും തെളിയിക്കുന്ന ഒരാളാണ് നമ്മുടെ ശിവകാമി കുട്ടി കേട്ടോ. സൂപ്പറായിട്ട് പാടി എന്തായാലും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ശിവകാമി കുഞ്ഞിന് ഒരു പ്രത്യേകമായിട്ടുള്ള മാർക്കാണ് 97.5. അപ്പൊ അടുത്ത പ്രാവശ്യം പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരണേ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു റൗണ്ടാ വരാൻ പോകുന്നത്. കാണാനും കേൾക്കാനും ഒരുപോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നോക്കിയിരിക്കുന്ന റൗണ്ടാ. ഡിവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഈ ഡിവറ്റില് നമ്മളിങ്ങനെ കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ലൊരു കോംബോ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന രണ്ടുപേരാണ്. ഈ രണ്ടുപേരും അവരുടേതായ രീതി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ആണ്. ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് രണ്ടുപേർക്കും. അങ്ങനെയുള്ള ഒരു ഡിവറ്റാ വരാൻ പോകുന്നത്. വിളിച്ചാലോ നമുക്ക്? ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ആൻഡ് ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. അയ്യോ, നല്ല രസമുണ്ട് രണ്ടുപേരും കാണാൻ. രണ്ട് സുന്ദരികൾ. എനിക്കിങ്ങനെ വ്യത്യാസം കണ്ടുപിടിക്കാൻ തോന്നുക. ചില കളിക്കുടുക്കയിലൊക്കെ ഇങ്ങനെ പടം തരും, എന്നിട്ട് വ്യത്യാസം കണ്ടുപിടിക്കാൻ പറയോ. ഇനി എന്തൊരു എലഗന്റ് ആയിരിക്കുന്നു അല്ലേ രണ്ടുപേരും കൂടെ. സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ശരിക്കും അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടി. ജനീലിയ ചേച്ചിയാണോ? അയ്യോ ചേച്ചി അല്ലേ? എന്നാലും ചേച്ചിയല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. ചേച്ചി അനീതി കൂടെ ഒന്നിച്ച് പാടാൻ വന്നിരിക്കുന്നു. അതെ. ജനീലിയ കുട്ടി എത്രല്ല? ഞാൻ 10th. മിനുട്ടി, കഴിഞ്ഞ ദിവസം ഞാൻ ദിയെ പറ്റി പറഞ്ഞില്ലേ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതെ. അതുപോലെ ജനീലിയ ആരാ? ഹൃദയം പകർത്തുന്ന പെൺകുട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാം. നന്മ പടർത്തുന്ന പെൺകുട്ടി. അത് സൂപ്പർ. കുറച്ചും കൂടെ കൊള്ളാം. അതാണ് കുറച്ചുകൂടെ കൊള്ളാം അല്ലേ? ഈ കവിനെ കൊണ്ട് തോറ്റു. അതെ, ഈ കവിക്ക് എനിക്ക് അറിഞ്ഞൂടാ. പുതിയ റൗണ്ട് വന്ന പിന്നെ ഇങ്ങനെയാ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു ഇത്. കവിയാണോ കപ്പിയാണോ എന്നൊരു സംശയം. ഇപ്പൊ തൽക്കാലം കവി ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ പാട്ട് ഏതാണ്? മേഘരാഗം നെറുകിൽ തൊട്ടിട്ട് മേലെ നിൽപ്പു വാനം വാനം വാനം. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? കാരണം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കാക്കക്കോയിൽ അല്ലേ? മൂവി കാക്കക്കോയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ഏതാ അറിയോ? അല്ലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അല്ലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ.
ഇനി മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ തങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ ഹേ ബാല ബാല രാധേ ബോൽ ഹേ ദിത്തിത്താരം തൊട്ടെന്ന നേരോ നേരോ നെഞ്ചിൽ തുള്ളാട്ടം ഹേ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ട മഹാഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ട മഹാഗോവിന്ദ. ഒരു എനർജി കിട്ടിയില്ലേ? യെസ്, ഈ എനർജി വേണം നമുക്ക് നമ്മുടെ ഡ്യുവറ്റ് പെർഫോമൻസിലും കാണാൻ. ഓക്കെ, യെസ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് Thank you. രണ്ടുപേർക്കും. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മേഘരാഗം നിറകിൽ തൊട്ടു മേലേ നിൽക്കുവാനം വാനം വാനം ദൂരെങ്ങു മിഴിയും നട്ടുപോൽ നിൽക്കുയാമം യാമം യാമം മേഘരാഗം നിറകിൽ തൊട്ടു മേലേ നിൽക്കുവാനം. ഇളവയിൽ മണിവളയണിയണ തിനവയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറുകളപ്രാവേ. ഇളവയിൽ മണിവളയണിയണ തിനവയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറുകളപ്രാവേ. മരതകമണി ഇനിയും ഇനിയും ഇതു കവരുകയാണോ കനക കസവ ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ. പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ മൊഴിമഴ മൊഴിമഴ. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽക്കു വാനം. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. കുറുകുഴലുകൾ കുറവതി നില ചെറു നിറ പറവേണം. കൊതിച്ചു കൊതിച്ചിങ്ങടുത്തു വാ കളിച്ചു ചിരിച്ചു രസിച്ചു വാ. പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ കണിമഴ കണിമഴ. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം 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 ദൂരെങ്ങു മിഴിയും നട്ടു പോൽ നിൽപ്പുയാമം.
दिया जाने दिया दिया जाने दिया दिया जाने दिया दिया जाने दिया. എങ്ങനെയുണ്ടത്? ഈ പാട്ട് പോലെ തന്നെ അത്രയും മനോഹരമായിരുന്നു കേട്ടോ. ആ പാട്ട് പോലെയും അത്രയും മനോഹരമായിരുന്നു. രണ്ടുപേരും കൂടെ പാടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മേഘരാഗം നിറകിൽ തൊട്ടു മേലേ നിൽക്കുവാനം വാനം വാനം ദൂരെങ്ങു മിഴിയും നട്ടുപോൽ നിൽക്കുയാമം. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാ, നമ്മുടെ ജെന്നിലെ കുട്ടി ഒരുപാട് ഇതിനകത്ത് മെലഡി ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഹസ്കി ആക്കുന്നുണ്ട്. അത് ഈ പാട്ടിന് ചേരുന്നില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ വരണം. പിന്നെ സംഗതീസ് ഒക്കെ മൊത്തം ഡിഫൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ രസക്കുറവുണ്ടാവും. ആ രസക്കൂട്ടില് ആ കെമിസ്ട്രി വർക്ക് ചെയ്യൂല. പറഞ്ഞു മനസ്സിലായില്ലേ? ദീകുട്ടി പാടിയത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ ചങ്സ് ആണ്. അപ്പൊ രണ്ടുപേരും കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഞാൻ പറയാം രണ്ടുപേരെയും. അപ്പൊ ദിയകുട്ടി കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് പാടിയതായിട്ട് തോന്നി. അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ജെനി, യു ക്യാൻ ടേക്ക് എ ലീഫ് ഔട്ട് ഓഫ് ഹെർ ബുക്ക്. ഈ പാട്ട് പാടുന്നതിനെ സംബന്ധിച്ചതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ബാക്കിയുള്ള സോഫ്റ്റ് സോങ്സ് അല്ലേ ഒരുപാട് പാടിയിട്ടുള്ളത് ജെനി. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമാണ് ഇത് ഇംപ്രസ് തന്നെ ചെയ്യണം. കുറച്ച് പ്രസ് ചെയ്യേണ്ടി വരും ചില നോട്ട്സിനൊക്കെ. ആ നോട്ട്സിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഹാർട്ട് ബീറ്റ്സിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് ചിത്രചേച്ചി പാടിയിരിക്കുന്നത്. മേഘരാഗം എന്നാദ്യം പാടി ജെനി പാടിയത്. മേഘരാഗം എന്ന് തന്നെ പറയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വാനം വാനം ആ സംഗതി എങ്ങനെയായിരുന്നു? മേഘരാഗം നിറകിൽ തൊട്ടു മേലേ നിൽക്കുവാനം അത് അത്രയും ഒരു സീക്വൻസ് ആയിട്ട് വന്നാലാണ് വർക്കൗട്ട് ചെയ്യണേ. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെ അല്ല, പാട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ? അത് ശ്രദ്ധിക്കാം. അപ്പൊ അത്തരം ശ്രദ്ധകള് ദിയക്കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ ദിയക്കുട്ടിയുടെയും യാമം, ആദ്യത്തെ യാമം അല്ലേ, അതൊന്നും സ്ലിപ്പ് ചെയ്ത് പോയി. അത് പഠിക്കേ. നട്ടുപോൽ നിൽപ്പു യാമം യാമം അതന്നെ മപനി സരി മരി സനിത പപ അല്ലേ? അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പാടും. യാമം യാമം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ന് പറയാൻ തോന്നും. അങ്ങനെ ആഹാ മൊമെന്റ്സ് ഇതിൽ ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾ രണ്ടുകൂടെ ആകുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ഈ പ്രതീക്ഷ ഒരു കുഴപ്പമാണോ സർ? ജെനിക്കുട്ടി ആണോ? അത് വേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നല്ലേ? കാരണം അവരെ ടാലന്റ് കാരണമാണ് പ്രതീക്ഷ വരണേ. എക്സ്പെക്ടേഷൻസ് എപ്പോഴും നമുക്ക് സങ്കടം ഉണ്ടാക്കും എന്ന് ജീവിതത്തിൽ പല ആൾക്കാരും വലിയ ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ ടു ഗുഡ് അല്ലേ? വെരി ടാലന്റ്. വെരി 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 കോർ ഓഫ് ടാലന്റ് ഉള്ള ആൾക്കാരാണ്. പിന്നെ അനുപല്ലവിയില് ഇളവയിൽ മണി വള, അത് നന്നായിട്ടോ ദിയ, വെരി നൈസ്. പിന്നെ ജെനി പുതിയൊരു മലരിതൾ വിരിയണ, അത് കൊള്ളായിരുന്നു. അങ്ങനെ മാറി മാറി സൂര്യനും ചന്ദ്രനും വന്നുകൊണ്ടിരുന്നു. അതായത് പകലും രാത്രിയും വന്നുകൊണ്ടിരുന്നു. ചിലതൊക്കെ ചേർന്നു, ചിലതൊക്കെ ചേരാണ്ട് വന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാൻ ശ്രമിച്ചില്ല. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പോയിന്റ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടു. മറ്റൊരാളെ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പൊ ലൈഫിലാണെങ്കിലും അങ്ങനെയാണ്, ഡുവറ്റിൽ പ്രത്യേകിച്ചും. കാരണം രണ്ടല്ല, ഒന്നാണ് അല്ലേ? അപ്പോൾ ആ വണ്ണസ് കാണാൻ പറ്റി, രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം കാണാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിയും അനിയത്തിയായിട്ട് ഇവിടെ പകർന്നാടി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പുതിയൊരു മലരിതൾ വിരിയണ ദിവസമിതറിയില്ലേ, കളിയുണരണമതിനിയൊരു നറുതിരതെളിയേണം, കുറുകുഴലുകൾ കുറവതി നിലചെറു നിറ പറവേണം, കൊതിച്ചു കൊതിച്ചിങ്ങടുത്തുവാ, കളിച്ചു ചിരിച്ചു രസിച്ചുവാ, പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ കണിമഴ കണിമഴ. വേറെയും ചില ചെറിയ ചെറിയ സ്ലിപ്പുകളുണ്ട്, രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് രണ്ടുപേരിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ച അത്രയും വന്നിട്ടില്ല.
എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ജനയിലെ കുട്ടി, എന്ത് ആൻഡിയ കുട്ടി, എന്ത് സർ? സ്പെക്ടാക്കുലർ, താങ്ക് യു സർ. ഫെന്റാബുലസ്, പിന്നെന്താ ഗൊണ്ട്രാമ്പുലസ്. ഗൊണ്ട്രാമ്പുലസ്. കോൺട്രാബുലസ്. ഒരു ടിൻറ്റിനാബുലേഷൻ ഉണ്ടായിരുന്നു. അതെ അതെ, Wow. വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിരുന്നു Yeah. കേട്ടോ. നല്ല വിഷ്വൽസ് ആൻഡ് റിയലി എൻജോയ്ഡ് ഇറ്റ്. ചാരുവായിരുന്നു. നല്ല ചാരു. ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ്, എവറിഥിങ് വാസ് ഗുഡ്. താങ്ക് യു. എനിക്ക് ജനയിലെ കുട്ടിയാണ് കുറച്ച് വോയിസ് അവിടെ ഇവിടെയൊക്കെ വീക്കായിട്ട് കുറച്ച് ഡ്രോപ്പ് ആവുന്ന മാതിരി തോന്നിയത്. അത് എനിക്ക് തോന്നുന്നു ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തോ പ്രാക്ടീസ് ചെയ്യുമ്പോ? അല്ല, ഇതെനിക്ക് കുറച്ച് ആക്ച്വലി ബേസാ ശരിക്കും. വാനും ദാറ്റ്സ് ആക്ച്വലി പ്രോബ്ലം. ഞാൻ ഒന്നാമത് ലാസ്റ്റ് തൈ നോ, അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം ആക്ച്വലി അവസാനത്തേക്ക് എനർജി കുറച്ച് പോയിരുന്നു ആക്ച്വലി. അല്ല, പല സ്ഥലത്തും എനിക്ക് ആ ബ്രെത്ത്ലെസ്നെസ് ഫീൽ ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ ലാസ്റ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഡ്രോപ്പ് ആവുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ. ഇങ്ങനത്തെ സോങ് ഇതൊക്കെ ചാലഞ്ചിങ് സോങ് അല്ലേ, അപ്പോൾ യു ഹാവ് ടു ടേക്ക് എക്സ്ട്രാ കെയർ ടു മാനേജ് ദ ബ്രെത്ത്. സോ ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ. ഓൾസോ ദിയ ചില സ്ഥലത്ത് മാത്രം ബ്രെത്ത് ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു, പക്ഷെ ചില സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടും ചെയ്തു. ഈവൻ ജനലിയ ചില ഭാഗത്ത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയി പാടി. താങ്ക് യു സർ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല മൂവ്മെന്റ്സും ഉണ്ടായിരുന്നു. ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ വെരി സ്പെക്ടാക്കുലർ ഷോ. താങ്ക് യു സർ. ബ്രെത്ത് ആണ് ശരിയായ ഒരു വില്ലൻ. യെസ്. അതൊന്നുകൂടി ഇങ്ങനത്തെ പാട്ടിന് വേറെ വഴിയില്ല, നല്ല ബ്രെത്ത് വേണം. അത് ഇടയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിനൊരു അഭംഗിയുണ്ട്, അത് ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ. ഇനി സ്റ്റിഫ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഓൾ ദീസ് പോയിന്റ്സ് വിൽ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. രണ്ടുപേരും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ആ വിസ്താരയും അതിന്റെ കൂടെ നിങ്ങളുടെ ഈ ഒരുപോലത്തെ കോസ്റ്റ്യൂമും നല്ല രസമുള്ള സ്റ്റെപ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും കാണാൻ ഗംഭീരായിരുന്നു കാണാൻ രണ്ടുപേരും. വേണ്ടി Yes. കാണാൻ വേണ്ടി ഗംഭീരമായിരുന്നു. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്രിഷിയേറ്റ് ചെയ്യുന്നത് കാണാനുണ്ടായിരുന്നു. യെസ്, കോംപ്ലിമെന്റിങ് വാസ് ഗുഡ്. കോംപ്ലിമെന്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്, അതായത് ഒരാൾ പാടി നിർത്തുമ്പോഴത്തേക്കും ജനീല ഇങ്ങനെ ആഹാ എന്ത് രസത്തിലാ ദിയ പാടണേ, അല്ലെ ദിയ ഇങ്ങനെ ആഹാ എന്ത് രസത്തിലാ ജനീല പാടണേ. ആ ഒരു എപ്രിസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടു വിറ്റ്നസ്. താങ്ക് യു ചേച്ചി. അതാണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബ്രെത്താണ് ഇന്നത്തെ വില്ലൻ. എസ്പെഷ്യലി പാട്ട് തുടങ്ങുന്ന സമയത്ത് ജനീലെ കുട്ടി മേഘരാഗം നെറുകയിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ആ ബ്രെത്ത് എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വാനം എന്ന് പറഞ്ഞ ഭാഗം വരുമ്പോഴത്തേക്ക് ശ്വാസം കിട്ടുമോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ. എസ്പെഷ്യലി ഇത് ഡ്യുവറ്റ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടും നിങ്ങൾക്ക് ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് പാട്ട് പഠിക്കുമ്പോൾ തന്നെ അത് പ്ലാൻ ചെയ്തിട്ട് ബ്രെത്ത് നോട്ട് ചെയ്ത് വെക്കണം. ബി 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 ബി. ഓക്കെ. എന്നിട്ട് എനിക്ക് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഓൾ ടൈം സിംഗേഴ്സ് ഇല്ലേ, ജാനകിയമ്മ, സുശീലമ്മ, വണിതരം, അവരുടെയൊക്കെ പാട്ടുകൾ കുറെ കേട്ട് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ബ്രെത്ത് കേൾക്കാനേ പറ്റില്ല. അത് കുറെ കേൾക്കൂ. അപ്പൊ അത് ഇറ്റ്സ് വെരി ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. എങ്ങനെയാണ് ഒരു ബ്രെത്ത് മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളത്. എവിടെയും അന്നൊന്നും ഇങ്ങനെ പഞ്ചിങ് ഒന്നുമില്ലല്ലോ, ലൈവായിട്ട് പാടിയതാണ്. സോ എവിടെയും ബ്രെത്ത് കേൾക്കില്ല. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രെത്ത് കപ്പാസിറ്റി ഫോർ ദം. അത് ഡെവലപ്പ് ചെയ്ത് എടുത്തേ പറ്റൂ ലൈവില് പാടണമെങ്കിൽ. അത് ചെയ്യണം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഈ മേഘരാഗം എന്ന് പറയുന്നത്, മേഘ് എന്ന് പറഞ്ഞ രാഗമുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ. മേഘം മൽഹാറും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ സിനിമയുടെ പേര് മേഘ് മേഘ മൽഹാർ. മൽഹാർ എന്ന് പറഞ്ഞ രാഗം. മിയാക്കി മൽഹാർ, അങ്ങനെ പല രാഗങ്ങളുണ്ട്. ഇവിടെ മേഘരാഗം എന്ന് പറയുമ്പോഴത്തേക്കും അത് ദേശ് രാഗമാണ് ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ രാഗത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് നമുക്ക് പാടാൻ കുറച്ചും കൂടെ എളുപ്പം തരും. കാരണം രാഗഛായ വേണം. അത് എം ജി അണ്ണനാണെങ്കിലും ചിത്രചേച്ചി ആണെങ്കിലും രണ്ടുപേർക്കും അത് കിടുവായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവർ ആ രാഗത്തിനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് ഹൃദയം, നമ്മൾ അറിയാം, നമ്മുടെ ഹൃദയങ്ങളെയും അത് തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ ചില ഇത്തരത്തിലുള്ള രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ വരുമ്പോൾ ആ രാഗത്തിനെയും കുറിച്ചും കൂടെ കുറച്ച് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ ഇത്തിപ്പോരെ നല്ലതായിരിക്കും. അത് ശ്രദ്ധിക്കാം. മാർക്കണ്ടേ? അപ്പൊ ഗ്രീൻ സിസ്റ്റേഴ്സ് എന്തോ ഇന്നത്തെ മാർക്ക് അറിയാം. നമ്മുടെ ജനീലെ കുട്ടിക്ക് ദിയ കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പെർഫോമൻസിന് കുറച്ച് കുറവാണ് മാർക്ക്. അപ്പോ ജനീലെ കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 97 out of 100 and ദിയ കുട്ടി 98 out of 100. ഇതിൽ നമ്മുടെ മാർക്കിന്റെ വ്യത്യാസമല്ല, രണ്ടുപേരും കൂടി പെർഫോം ചെയ്തത് ഭയങ്കര കിടിലമായിരുന്നു. Yes. ഇന്നത്തെ ഈ ഒരു കുറച്ച് മിനിറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഡിഫറൻസ് പറഞ്ഞ, അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം പോയി രണ്ടുപേരും ഇതുപോലെ തന്നെ മിടുക്കത്തികളായിട്ട് വരാം. ബൈ ബൈ.
ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. തൊട്ടുമേലേ മിനുകൂടാ, എന്തോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുന്നു, അതെ പുതിയ ലെവലിലേക്ക് വന്നിരിക്കുന്നു. അതെ ഒരുപാട് ഡ്രീംസ് ഉണ്ട് നമുക്ക്, ആ. 4 പേർക്കും അത് ഉൾപ്പെടെ യെസ് അവരെ കുറിച്ച്. ആ. അപ്പൊ ഒരു ഡ്രീം കം ട്രൂ ഒരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 എന്ന് പറയുന്നത്. അപ്പൊ അതില് വൺ ഓഫ് ദം, ഷീ ഹാസ് എ വെൽവെറ്റ് വോയിസ്. അതാണ് ശ്രിയ സുജേഷ്. യെസ് നമുക്ക് ശ്രീയുടെ ഒരു പാട്ട് കേൾക്കണ്ടേ? അതെ, പാട്ട് ശ്രീയക്കുട്ടി ജഡ്ജസ് ചോയ്സിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമുക്ക് വിളിക്കാം അല്ലേ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ ഹായ്. അപ്പൊ പാട്ട് ജഡ്ജസ് ചോയ്സ്. അതെ. നമുക്ക് സെലക്ട് ചെയ്യാം. ചങ്സ് ചോയ്സ് വരാൻ Chunks പോകുന്നത്. choice, നോക്കാം yes. നമുക്ക്. ജഡ്ജസ് ഒക്കെ മാറി, ചങ്ക്സ്. അവരൊക്കെ പണ്ട് ചങ്ക്സ്. ഓക്കെ, നോക്കാം. അപ്പൊ ശ്രീയക്കുട്ടിക്ക് അറിഞ്ഞൂടെ ഒരാളെ സെലക്ട് ചെയ്യണം, എന്നിട്ട് എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്തതെന്ന് പറയാം. ഓക്കെ ഞാൻ ഇപ്രാവശ്യം ആര്യ ചേച്ചിയുടെ സെലക്ട് ചെയ്യാം. ഓക്കെ എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാ ആര്യ മാമിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഇഷ്ടമല്ലേ? ഇല്ല, ഇഷ്ടമല്ല. അങ്ങനെയല്ല, അവള് ഫുള്ള് പറയട്ടെ. ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെയല്ലേ പറഞ്ഞ? ഞാനൊരു റെയർ രീതി. എന്റെ സംശയം എനിക്ക് ചോദിക്കാൻ പാടില്ലേ? ക്യാപ്റ്റൻ, ചോദിച്ചോളൂ കുഴപ്പമില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ എല്ലാവർക്കും? നിങ്ങൾ എല്ലാരും അടിപൊളി പേഴ്സണാലിറ്റിയാ. ഞാൻ ആര്യ മാമിന്റെ രീതി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എനർജറ്റിക് പേഴ്സണാലിറ്റിയാ. അത് പിന്നെ സംശയമില്ല. അതാണ് ശരിയാ, പിന്നെ ശരിയാ. ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡഡ്. അപ്പം ഒരാളെ അത് കൂടെ ശരി, അത് നിന്നാ- ശരി, അത് ശരി. ആ. അപ്പം ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള കൂടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. അത് ശരിയാ. അപ്പൊ പോസിറ്റീവ് നമ്മൾ എനർജി കൊടുക്കുന്നവരാണ്. എം ജെ നിങ്ങളുടെ കൂടുതൽ നമ്മൾ സാഡ് രണ്ടാളും ആവും. negative. അല്ല അങ്ങനെയല്ല, നമ്മൾ രണ്ടാളും നെഗറ്റീവ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആര്യ ചേച്ചി സെലക്ട് ചെയ്യാൻ കാരണം. Yes. ഓക്കെ, ആര്യ ചേച്ചി പണി തരുമോ നോക്കാം. ഈ ഇത്രയൊക്കെ ഉണ്ടക്കണ്ണിയെ കൊണ്ട് തോറ്റു. അതെ അതെ. ആ, ആ, കിട്ടി എന്നാ മോനെ കുറച്ച് പണി. മിമിക്രി ആവാംന്ന്. കിട്ടി എന്നാ മോനെ. എന്നാ, ഭയങ്കര mimicry. പോസിറ്റീവ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ, സങ്കടവും വരും നമുക്ക് നന്നായിട്ട് ചില happy സമയം. അയ്യോ, ആ ഓക്കെ, ശ്രീയക്കുട്ടി എന്ത് മിമിക്രിയാ ചെയ്യാൻ പോന്നേ? ഞാൻ ആര്യ മാമിന്റെ മിമിക്രി. ഓക്കെ mimicry ആ ചെയ്തോ? ശരി. ഫാൻസ് ഉണ്ണികളൊക്കെ. അതെ, ശ്രീയക്കുട്ടി, ശ്രീയക്കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശ്രീയക്കുട്ടിയുടെ പാട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയായിരുന്നു. ആ അനുപല്ലവിയിൽ ഒരു ലൈൻ പാടിയില്ലേ, അത് പാടിയപ്പോ ഞാൻ എം ജെ സാറിനെ നോക്കി, എം ജെ സാർ എന്നെ നോക്കി, ഞാൻ ഉണ്ണി സാറിനെ നോക്കി, ഉണ്ണി സാർ എന്നെ നോക്കി. അടിപൊളിയായിരുന്നു. എനിക്ക് പാട്ട് നല്ല ഇഷ്ടമായി. മിടുക്കി, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ സൂപ്പർ. ആര്യ ചേച്ചി ഡ്യൂപ്പ് ഉണ്ട് നമുക്ക്. ഞെട്ടിച്ചു. ഇനി വേറെ ആളെ കാണിക്കോ? എം ജെ അങ്കിളിനെ കാണിക്കോ? ശ്രീകുത് ആ ആഹാ, അടിപൊളിയായിരുന്നു എന്ന് പാടിയത്. വെൽവെറ്റ് വോയിസ് ആണ് ശ്രീയക്കുട്ടിയുടെ. ഭയങ്കര അടിപൊളിയാട്ടോ. അങ്ങനെയൊക്കെ ഓക്കെ, പിന്നെന്താ, ഇനി ഉണ്ണി അങ്കിൾ. ശ്രീയക്കുട്ടിയുടെ വോയിസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ശ്രീയക്കുട്ടി അടിപൊളി സിംഗറാണ്. എം ജി സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാണ്ട് അടിപൊളി സിംഗറാണ്. ഓൾ ദ ബെസ്റ്റ്. അത് ഉണ്ണി അങ്കിൾ. സൂപ്പർ. ഇനി ശരിക്കും ഉള്ളത് നോക്കാം പാട്ട്. ശരിക്കുള്ളത് നോക്കാം. ഓക്കെ ബാ. ആ ഒരാളെ എടുത്ത് പണി തരാത്തത് ആരായിരിക്കും വിചാരിച്ചു. ഞാൻ 3 മുഖം കണ്ടിട്ട് ഇപ്രാവശ്യം എം ജെ സാറിന്. എം ജെ സർ. എം ജെ സാർ. ആ എന്താ എം ജെ അങ്കിൾ പണി തരില്ല? അല്ല അങ്ങനെയല്ല, എം ജെ സാറിന്റെ മ്യൂസിക് കമ്പോസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഫേവറേറ്റ് പാട്ട് എന്താ വെച്ചാൽ, ഇപ്പം എല്ലാ കുട്ടികൾക്കും ഈ എല്ലാ ജനറേഷനിലുള്ള പാട്ട് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പം എം ജെ സാറിന്റെ പാട്ടൊക്കെ മോസ്റ്റ്ലി എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. ഇഷ്ടപ്പെടുന്ന ആ അപ്പം ഭയങ്കര ഒരു റെയർ മ്യൂസിക് ആണ്. അപ്പം അതെ, ഓക്കെ. അതുകൊണ്ട് സന്തോഷായി ഗോപിയേട്ടാ. അപ്പൊ ഇതാ മാജിക്കൽ മെലഡിയാ കിട്ടിയിരിക്കുന്ന. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാജിക്കൽ മെലഡീസില് പാലപ്പൂവേ പാടാൻ പോവാം. ശരി, നിൻ തിരുമംഗല്യത്താരി തരും. അതെ. ഞാൻ ഗന്ധർവൻ അല്ലേ? Yes. അതെ. സൂപ്പർ പാട്ട്. ശരിക്കും നമ്മുടെ ശ്രീയക്കുട്ടി പാട്ട് പാടാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും സ്ക്രീനിന്റെ താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ശ്രീയക്കുട്ടിയെ വോട്ട് ചെയ്യണം കേട്ടോ. പാലപ്പൂവേ നീ തിരുമംഗല്യത്താലി തരൂ, മകരനിലാവേ
കോടി തരൂ. തിരുമംഗല്യത്താണിതരോ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ, നീ തിരുമംഗല്യത്താണിതരോ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ മാനസം മൃദുല വസന്തമയൂര നടകളിൽ തെല്ലിടം തൊടിയായി പദമണിയുമ്പോൾ കാവുണരുമ്പോൾ കാവുണരുമ്പോൾ മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവരാഗമാ പാലപ്പൂവേ, നീ തിരുമംഗല്യത്താണിതരോ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ, നീ തിരുമംഗല്യത്താണിതരോ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. ആഹാ, Thank you. സൂപ്പർലേറ്റീവ് പെർഫോമൻസ്. അടിപൊളി. you. Yes. ശ്രീകുട്ടി, Yes, sir. ഈ പാട്ടെടുത്തപ്പോഴേ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ശ്രീകുട്ടിക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇത്തരം ഒരു കർണാട്ടിക് രാഗ ബേസ്ഡ് അങ്ങനെ ഇംപ്രസ് ചെയ്ത് പാടേണ്ട പാട്ടുകൾ അങ്ങനെ പാടിയിട്ടില്ലല്ലോ. സോ ഇൻ ദാറ്റ് റെസ്പെക്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. Thank you. കൈവെള്ളയിൽ വെച്ച് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. Thank you. കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ, നീ തിരുമംഗല്യത്താണിതരോ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. അപ്പൊ ഇപ്പൊ എനിക്കൊന്ന് ബ്രീത്ത് ചെയ്യാം. ഒന്ന് ബ്രീത്ത് ചെയ്തോടെ. ശ്വാസം നേരെയായി. സമാധാനമായി. സമാധാനം. ഒരു ദിവസം പഴയ മദ്രാസിൽ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ. ആ സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിംഗ് നടക്കുക. ഉം. അപ്പൊ അവിടേക്ക് ഒരു പയ്യൻ കയറി ചെല്ലുന്നുണ്ട്.
അയാൾക്ക് മദ്രാസും പരിചയമില്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോയും പരിചയമില്ല, ഓർക്കസ്ട്രയും കണ്ടിട്ടില്ല, വലിയ വലിയ സിനിമയിലുള്ള ആൾക്കാരെയും കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി. ആ, ആ പയ്യനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഉം. അപ്പോൾ ആ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നത് പത്മരാജൻ സാർ. അപ്പോൾ പത്മരാജൻ സാർ പറഞ്ഞു, ആ ചേച്ചി മോനുമായിട്ട് വന്നല്ലേ, ആ ഉള്ളിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു ഹാളാണ്, ഈ മീഡിയ ആർട്ടിസ്റ്റ് ഹാൾ. ആ ഹാളിൽ നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല കോട്ടൊക്കെ ഇട്ടിട്ട്, ഈ നെഹ്റു ജാക്കറ്റല്ലേ അതൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടൊരാള് നടുക്ക് ഹാർമോണിയായിട്ടിരിക്കുന്നു. ഈ തേനീച്ചകൾ മൊത്തം പൊതിഞ്ഞു നിൽക്കുന്ന പോലെ ഓർക്കസ്ട്ര ഒരു 30 പേര് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ കോട്ടിട്ട ആള് പറയുന്നു, അവിടെ 4 ബാറ് സഗനി 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 സഗനി, ആ അത് എഴുതിക്കോ എന്ന് പറയുന്നു. ഇങ്ങനെ പല നൊട്ടേഷൻസ് പല ആൾക്കാർക്ക് കൊടുക്കുന്നു. അതിനിടെ സന്തൂർ ഒന്നും അന്ന് ഒരുപാട് കണ്ടിട്ടില്ല. വീണയില് പാച്ച എന്ന് വിളിക്കുന്ന ഒരു പാർത്ഥസാരഥി സർ, അദ്ദേഹമാണ് വായിക്കുന്നത്. അപ്പോൾ നല്ല പൊക്കത്തിൽ വേറൊരാളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അതാണ് രാജാമണി. അങ്ങനെയാണ് ആദ്യമായിട്ട് ആ പയ്യൻ രാജാമണി ചേട്ടനെ കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദോ വരുന്നു ചിത്ര ചേച്ചി. അപ്പൊ ഇത് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ പയ്യൻ വിചാരിച്ചു കൊള്ളാലോ, ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണാമല്ലോ, നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ ഒരു 30 പീസ് ഓർക്കസ്ട്ര എല്ലാം റെഡിയായി. ചിത്ര ചേച്ചി പാടാനായിട്ട് റൂമിലോട്ട് പോകുന്നു. അപ്പോൾ പത്മനാഭൻ സാറും എല്ലാവരും ഉണ്ട്. ഈ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേറൊരു ആളും കൂടെ വന്നു. ഭരതൻ സാർ എന്ന് പറയുന്ന ഡയറക്ടറാണ്, അദ്ദേഹം ഉണ്ട്. പിന്നെ കൈതപ്രം സാർ ഇങ്ങനെ ചില ഈ മുടിയൊക്കെ ഇങ്ങനെ വിടർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഉണ്ടാവുന്നു. കൈതപ്രം സാർ ഇവരെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സമയത്താണ് പാലപ്പൂവേ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ പാലപ്പൂവേ എന്നുള്ള പാട്ടിന്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് വലിയ ഭാഗ്യം സിദ്ധിച്ച ആ പയ്യനാണ് ഞാൻ. ശരി. ഓക്കെ, അതിന്റെ മറ്റുള്ള കഥകളൊക്കെ പണ്ട് നമ്മൾ ടോപ്പ് സിംഗർ പറഞ്ഞാണ്, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ടിന്റെ ട്രാക്ക് പാടാൻ പോയതും അത് സാധിക്കാത്തതും ഒക്കെ അന്നത്തെ കഥയാണ്. അപ്പൊ ജോൺസേട്ടൻ ഇങ്ങനെ നൊട്ടേഷൻ പറഞ്ഞു കൊടുക്കുന്ന അതിന്റെ ഒരു കാഴ്ച കാണാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഓരോ നൂക്ക് ആൻഡ് കോർണർ എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇതില് നന്മ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ രാവിലുണർന്ന വിലോലതയിൽ ഗാന്ധർവ വേളയായി ഇത് പാടിയില്ലേ, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. 1000 സിരകളുണർന്ന വിലാസഭാവമായി വിരഹിണിയും മികവായി ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ രാവിലുണർന്ന വിലോലതയിൽ ഗാന്ധർവ വേളയാ. അത് തന്നെ അടുത്ത ചരണത്തിലും മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവ രാഗമായി എന്ന് പാടി, അതും ഗംഭീരായിരുന്നു കേട്ടോ. മാനസം മൃദുല വസന്ത മയൂര നടകളിൽ തെല്ലിടം തൊടിയായി പദമണിയുമ്പോൾ കാവുണരുമ്പോൾ മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവരാഗമായി. അനുപല്ലവി തുടങ്ങിയപ്പോൾ മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരെന്നുള്ള കുറച്ച് ഒട്ടപ്പിച്ചാലും, പിന്നെ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസം ഇന്ന് ശ്രീകുട്ടിയുടെ വോയിസിലുണ്ടായിരുന്നു, ഒരു വൈബ്രേഷൻ. നോട്ട് ചെയ്തോ? ഇല്ല, നോട്ട് ചെയ്തില്ല. ഒരു വൈബ്രേഷൻ എന്ന് വിളിക്കാം, ഒരു വോബ്ലിംഗ്, ഒരു എഫക്റ്റ്. പെട്ടെന്ന് ഫ്രീക്വൻസി കൂടിയ ഒരു സംഭവം. അപ്പൊ വെറും ഒരു സാപാടി ഒന്നുകൂടെ പാടി. ഒന്നുകൂടെ. ഇപ്പൊ ഇല്ല, പാവാടി പോയി. ഇല്ല, മേളില് ആ സമയത്ത് ജീംബൂമ്പ വന്നാണ്. ഇപ്പൊ അതിലില്ല കേട്ടോ, ഇത് ഭൂതം അപ്പൊ പിടികൂടിയ പോലെ ഉണ്ട്. പക്ഷെ വെരി മാജിക്കൽ ദ വേ യു ആർ ഇംപ്രൂവിങ്. അതാണ് അണ്ടർലൈനിങ് പോയിന്റ്, അതാണ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് ആണ് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തുന്നത്, അല്ലെ ക്യാപ്റ്റൻ? ശ്രീകുട്ടി, എനിക്ക് ഫീൽ ചെയ്ത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടിയെന്നാണ്. മീനുട്ടി, ഒരു കാര്യം നോട്ട് ചെയ്തോ? ഈ ശ്രീകുട്ടി വരുന്ന സമയത്ത് എന്താണ് ഒരു യക്ഷി, ഒരു ഗന്ധർവൻ, എപ്പോഴും ഉണ്ടല്ലേ? എന്താ സംഭവം അത്? പാലപ്പൂവും ലിറ്റിൽ ഗോസ് റിലേറ്റഡ് അതാ പറഞ്ഞേ. മറ്റേ ഫാദറിനെ വിളിക്കണോ? ഭർത്താവിന്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു താങ്ക് യു നമുക്ക് ഈ പാട്ട് കഴിയരുതേ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ഒരു റെൻഡിഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഉണ്ണിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ആഹാന്നൊക്കെ അതിനെ ബാക്ക് ചെയ്തിട്ട് എന്താ ടോപ്പ് ചെയ്തത്? ബാൻഡ്. Let's give a big round of applause for Top ടോപ്പ് Band. ബാൻഡ്. സുബിൻ മുരളിയേട്ടൻ, ആനന്ദേട്ടൻ ഒക്കെ അടിപൊളി എല്ലാവരും. ആ ചരണത്തിന്റെ അവസാനം തകത്തിന് അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഒരു മൂഡ്, അവരുണ്ടാക്കിയ ഒരു മൂഡ് ഉണ്ടല്ലോ, Yes. മീനൂട്ടി അടക്കം പാടിപ്പോവും. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ, Thank you, sir. അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ ഇത്ര ഒരു ലെവലിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ ഒരു പാട്ട്. താങ്ക് യു പക്ഷെ സർ. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സർ. അതിഗംഭീരമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രീയക്കുട്ടി, യെസ് മാം. you are amazing. താങ്ക് യു. An amazing artist. താങ്ക് യു മാം. Amazing musician. You sing so well. താങ്ക് യു മാം. എന്താ പെട്ടെന്നൊരു മാജിക് സംഭവിച്ചെന്നുള്ള പോലെയാണ് ആ ഒരു ഇംപ്രൂവ്മെന്റിന്റെ ആ എലിമെന്റ് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ. അത് എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ഈ ചെയ്തിട്ടുണ്ട് ടോപ്പ് കേട്ടോ. സിംഗറിൽ വന്നതിന് ശേഷം പേഴ്സണാലിറ്റി ഓൾസോ ഹസ് ഡെവലപ്പ്. ആ, അതെ. Yes. ഒരുപാട് വൈഡ് സ്പെക്ട്രം വന്നു. ഒരുപാട് മിമിക്രി ചെയ്യാൻ തുടങ്ങി, അതെ. പെർഫോം ചെയ്യാൻ തുടങ്ങി. ക്യാപ്പൊക്കെ ഇട്ടിട്ട് പാടിയതൊക്കെ അതിഗംഭീരമായിരുന്നു. ആദ്യം വന്നപ്പോ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നില്ലേ? അല്ലേ? അമ്മയുടെ ചോദിക്കട്ടെ, അങ്ങനെ ആണോ വീട്ടിൽ നേരത്തെ അങ്ങനെ ആയിരുന്നോ? വീട്ടില് സെയിം ആണ്. അവളൊരു ആംബിവേർട്ട് ആണ് പൊതുവെ. അതെ. Both. എന്നെ പോലെ ഞാൻ ആംബിവേർട്ട് ആണ്. എന്തെന്ന് ഇവിടെ എന്നെ പോലെ ആര്യ ചേച്ചി എക്സ്ട്രാ എക്സ്പ്ലെയിൻ ദാറ്റ്. അതെ. എന്ത് അപ്പൊ പറഞ്ഞത് ആംബിവേർട്ട് ആണെന്നോ? ഞാനോ? ഞാൻ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ഒക്കെ കേട്ടില്ലേ? വാട്ട് ഈസ് ആംബിവേർട്ട് എന്ന് പറയാം. അതറിയില്ല ഉണ്ണിയക്കൾ. ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും മിഡിൽ. അതായത് നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് സംസാരിക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടാവല്ലോ. പക്ഷെ അതിന് പുറത്തോട്ട് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ആദ്യം introvert മിണ്ടാനോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ആദ്യം ഫ്ലവേഴ്സിൽ വന്നപ്പോ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അറ്റ്മോസ്ഫിയർ. പക്ഷെ ഇപ്പൊ ഞാൻ യൂസ് ടു ആയതുകൊണ്ട് ഞാൻ ശീലമായി. Okay ആയി. ക്രാബിനെ മാതിരിയാണ്, അങ്ങനെ ഉള്ളിലേക്ക് വലിയ. ഞണ്ട് പോലെ. ഇന്ന് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ 2-3 ഉണ്ട് കേട്ടോ. ഒന്ന് ഈ പ്രോഗ്രസ് ആണ്. 2 ഈ കറക്റ്റ് റേഞ്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ റേഞ്ച് സെലക്ഷൻ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അത് ബേസും ഹൈയും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ റേഞ്ച് കൃത്യമായിട്ടാണ് ശ്രീകുട്ടി സെലക്ട് ഒറിജിനൽ ശ്രുതി അല്ലേ? ഒറിജിനൽ ഒറിജിനൽ. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്ന് നേസൽ സൗണ്ട് നന്നായി ഡ്രോപ്പ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ആർ യു ഡൂയിങ് സംതിങ് ഫോർ ദാറ്റ്? ഞാൻ മൈക്ക് പ്ലേസ്മെന്റ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വെരി വെൽ ഡൺ അങ്ങനെയാണെങ്കിൽ കേട്ടോ. പിന്നെ ചെറിയൊരു വോബ്ലിംഗ്, നേരത്തെ MJ സർ പറഞ്ഞ പോലെ ഒരു വോബ്ലിംഗ് ഉണ്ടായിരുന്നു എവിടെയോ. അത് ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് പല്ലവി പാടിയപ്പോഴത്തേക്കും ആ വോബ്ലിംഗ് കുറച്ച് ഉണ്ടായിരുന്നു. ഓക്കെ. എന്തുകൊണ്ടാന്നറിയില്ല, മേ ബി പെട്ടെന്നൊരു ഭൂതം വന്നതായിരിക്കും. ഓക്കെ. നല്ല കോസ്റ്റ്യൂം, താങ്ക് യു. നല്ല പ്രസന്റേഷൻ, Thank you. ബ്യൂട്ടിഫുള്ളി ഡൺ. Thank you. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞാൽ മതി. പിന്നെ പറഞ്ഞോ. ഇന്ന് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. വെൽക്കം. അവര് കാണും ഫ്ലവേഴ്സ്. അവർക്ക് എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. ഹലോ. വെൽക്കം. അപ്പൊ ഇനി കുട്ടിക്ക് നല്ല മാർക്ക് കൊടുക്കാതെ എന്ത് ചെയ്യും? അതെ. അതെ, മോശമാക്കരുതല്ലോ നമ്മള്. എത്ര വേണം? പറ്റുമെങ്കിൽ 100 അല്ലെങ്കിൽ 99. She is very clear. ഈ സെലക്ഷൻ അങ്ങനെ 2 സെലക്ഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല, ഒരൊറ്റ ആൻസറേ ഉള്ളൂ. 100 ബട്ട് സ്റ്റാർ വേണ്ട. 100 ബട്ട് സ്റ്റാർ വേണ്ട. അതാണ് ഗസ്. ഒരു കാര്യം ചെയ്യാം, 100-ൽ 1 മാർക്ക് കുറച്ചോ. 99. How is that? That is fine. Is that okay? നോട്ട് ഓക്കെ ഫോർ മീ. I have something to say. ആ I would like to give 0.5 also. Add on 0.5. Okay, thank you. ചേട്ടൻ പറഞ്ഞ പിന്നെ അനിയൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുസരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. So it's going to be 99.5 on 100 for Thank Shreekudi you. today. Thank you. ശ്രീകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. Thank you. ഉണ്ണിയങ്കിൾ വെൽക്കം. ശ്രീകുട്ടി, Yes, sir. congrats once Thank again. you. Thank you. Do well always. Be the best. Thank you. Yes. ഓക്കെ ഉണ്ണിയങ്കിൾ, നമുക്ക് 2 ഗിഫ്റ്റാ ഉള്ളത്. ഇത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം.
ടോപ്പ് സിംഗറിന്റെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ശ്രീയക്കുട്ടി. Thank you. ബൈ ബൈ. Bye. താങ്ക് യു ഉണ്ണി അങ്കിൾ. Wish you many more hundreds you. and stars as well. Thank you. Okay. Good luck.